ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. നല്ലൊരു ഞായറാഴ്ച നേരുക. ഞാൻ പറയുന്നത് വളരെ ചിന്തിക്കത്തക്ക രീതിയിലുള്ള നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണകരമായി മാറേണ്ടതായ ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ഇഷ്ടംപോലെ ചെറു കഥകൾ കേട്ടും ആ കഥകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ദിവസം ഞാനൊരു കഥ പറഞ്ഞപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്നും ഞാനൊരു കഥയിലൂടെ തുടങ്ങുന്നത്. ഈ കഥ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടുതലായി എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ ഇടപെടുന്ന സമൂഹത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ പിറ്റേ ദിവസം പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചോണം, ഇത് ആരെ പറ്റി എന്താ പപ്പ ഉദ്ദേശിക്കുന്നതെന്ന്. ഒരു ഗ്രാമത്തില് 2 കല്ല് പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്. അവരിരുന്ന് കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. പാറക്കല്ലൊക്കെ പൊട്ടിക്കത്തില്ലേ, അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഒളിഞ്ഞു നിൽക്കാതിരിക്കുക കേട്ടോ. അമ്മമ്മ എന്താ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ 2 ആൾക്കാർ എന്ത് ചെയ്യുന്നു? കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ വളരെ ദേഷ്യത്തോടും അമർഷത്തോടും ഒക്കെ ആയിരിക്കുന്നത്, ഒരുത്തൻ വളരെ ഹാപ്പി ആയിട്ടിരുന്ന് പൊട്ടിക്കുന്നു. അപ്പോൾ ഒരാൾ ചെന്നിട്ട് അയാളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇയാൾക്ക് കാണാൻ കഴിയില്ലേ? ഞാൻ ഈ കല്ല് പൊട്ടിച്ച് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ഒരാളെന്താ പറഞ്ഞേ? ഞാൻ ഈ പാറ പൊട്ടിച്ച് ഞാൻ ഈ കല്ല് പൊട്ടിച്ച് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, വേർഡ് കണ്ടോ? നെഗറ്റീവ് വേർഡ്സാ മൊത്തം കയറി വന്നേ. ഒരുത്തൻ പറഞ്ഞു എന്തോന്നറിയാം, അവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാ, ഞാനൊരു ദേവാലയം പണിതുകൊണ്ടിരിക്കുക. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന 2 പേരും ചെയ്യുന്ന ഒരേ ജോലി. പക്ഷേ രണ്ടാമത്തവൻ ചിരിച്ചോണ്ട് എന്താ പറയുന്നേ? ഞാനൊരു ദേവാലയം പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെർസെപ്ഷൻ, നമ്മൾ എങ്ങനെയാണ് ഒരു ജോലി ചെയ്യുമ്പം. നിങ്ങൾ സ്കൂളിൽ പഠിക്കുക, മനസ്സിലാവുന്നു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പഠിക്കുക. നിങ്ങൾ പഠിക്കുക. നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ പറയാ. അല്ല, ദുഃഖിച്ചുകൊണ്ട് പറയാ, അമ്മേ ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടൂടെ, ദേഷ്യപ്പെട്ടുകൊണ്ട്. മറ്റേ ആൾ പറയാ, ഞാനൊരു IAS കാരനായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നോ? കാഴ്ചപ്പാട് ആലോചിക്കണം. നിങ്ങൾ എന്തിനാണ് പുസ്തകം വായിക്കുന്നത്? ആരെ ബോധിപ്പിക്കുക? നിന്റെ മനസ്സിനെ ബോധിപ്പിക്കുക. ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഞാൻ എന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നോ? ഈ കാര്യം, നിങ്ങൾ ഓരോ ജോലിയും നിങ്ങളുടെ മനസ്സിൽ എന്ത് കാഴ്ചപ്പാടാണ് ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ മനസ്സിലായോ? രണ്ടാമത്തെ ഓരോ ജോലിയിലും ഒന്നാമത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഷ്ടപ്പാടാ. എന്തോ ഒരു കഷ്ടപ്പാടുള്ളൂ. അവൻ ഇതെല്ലാം കഷ്ടപ്പാടാ. അയ്യോ എനിക്ക് വയ്യായേ. രാവിലെ എഴുന്നേക്കാൻ പറയുമ്പോ ഉറങ്ങാൻ നേരം എങ്ങനെ ആയിരിക്കും പറയുന്നതെന്ന് അറിയാമോ? ചിലര് രാവിലെ ഒരു 3 മണിക്ക് ഞാനങ്ങ് എഴുന്നേക്കുവാ. 3 മണിക്ക് അങ്ങ് എഴുന്നേക്കുവാ കേട്ടോ. ഇന്നലെ രാത്രി ചെയ്തെന്റെ പിന്നെ വിളിച്ചേക്കണേ. ഞാൻ 3:33 അലാറം കൃത്യമായിട്ട് എന്റേത് എഴുന്നേക്കും. അപ്പൊ നേഹമോളെ, അയ്യോ സോറി കേട്ടോ, ഞാൻ വേറൊരാളുടെ കഥയാ പറയുന്നത്, അറിയാതെ ഞാൻ വിളിച്ചു പോയെന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ചോദിക്കാം, 3:33 ആയേ. പക്ഷേ ഇയാൾ എന്ത് ചെയ്യാണ്? 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് ആണ് ജീവിതത്തെ തള്ളി നീക്കുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന എന്താണ്? ഒന്നാമത്തെ ആള് ഈ രാവിലെ എഴുന്നേക്കുന്ന ഒരു കഷ്ടപ്പാടായിട്ട് കാണുന്നു. രണ്ടാമത്തെ ആള് ഈ ചെയ്യുന്ന പാറപൊട്ടിക്കൽ എന്തായി കാണുന്നു? മഹത്വമായി കാണുന്നു. ഞാൻ വലിയ രീതിയിൽ എന്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്? ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ദേവാലയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കൺസെപ്റ്റ് അതാണ്. മനസ്സിലാവുന്നോ? അപ്പം ചിലര് ചോദിക്കും, നിന്റെ ജോലി ചെറുത്. മനസ്സിലായി? പാറ പൊട്ടിക്കലാണ് നിന്റെ ജോലി. ഞാൻ അതുകൊണ്ടാണ് പാറ എടുത്തത്. അപ്പൊ ആൾക്കാർ പറയും, അവൻ പാറ പൊട്ടിക്കുവാടേ, അവിടെ ഇരുന്ന് കല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? നീ അടിക്കുന്ന കല്ലുകൾ ദേവാലയമായി മാറുമ്പോഴോ? ഇവിടെ ഈ ദേവാലയം ഉണ്ടാക്കിയത് പെരുന്തച്ഛനാടേ. മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നോ? നീ ഒരു ജോലിയെ
എങ്ങനെ കാണുന്നു, എങ്ങനെ മഹത്വവൽക്കരിക്കുന്നു. അപ്പോൾ ഇനി പപ്പ ആ കഥയുടെ പോയിന്റ്സാണ് പറയാൻ പറ്റുന്നത്. എന്തു പറഞ്ഞേ? ജോലി ചെറുതോ വലുതോ അത് ഇവിടുത്തെ വിഷയമല്ല. നിന്റെ മനസ്സ് അതിനെ എങ്ങനെ കാണുന്നു, എന്ത് ചെയ്യുന്നു, നിന്റെ മനസ്സ് അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംശയമുണ്ടോ? ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ ഇപ്പോൾ നീ ഈ കല്ല് പൊട്ടിച്ചോണ്ടിരിക്കുമ്പോൾ നീ കുറച്ച് സഹനമൊക്കെ ഉണ്ട്, കഷ്ടപ്പാടുണ്ട്, ഉണ്ടോ? ഉണ്ട്. യെസ്, ഉണ്ടോ? ഉണ്ട്. പക്ഷേ നാളെ ഈ സഹനമെന്ന് പറയുന്നത് നിന്റെ കെട്ടിടത്തിന്റെ, നിന്റെ വളർച്ചയുടെ അടിസ്ഥാനമാണ്. മനസ്സിലായോ? മനസ്സിലായി. ഈ അടിസ്ഥാനം ഇട്ടാലല്ലേ നിനക്ക് പണിത് മേലോട്ട് കയറിപ്പോൻ പറ്റൂ. അപ്പൊ ഈ പണി ആവശ്യമായിരുന്നു, 100% ആവശ്യമാനെ. അതെ, മനസ്സിലാവുന്നോ? മനസ്സിലായി. പരാതി പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യരുത്. മനസ്സിലായോ? എന്താ പരാതി പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യരുത്. പഠിക്കുക, നാശം പിടിക്കാൻ എപ്പോഴും അങ്ങ് പഠിത്തം. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് ചെയ്യണ്ട. നിങ്ങൾ കാണണം, ഇത് പപ്പയ്ക്കും മമ്മിക്കും വേണ്ടിയല്ല, ദൂരെ കാണുന്ന ഒരു ലക്ഷ്യം. നമ്മളിപ്പോ നടക്കുമ്പോ എന്തുകൊണ്ടാണ് നമ്മൾ സ്പീഡേ നടക്കുന്നത്? നമുക്കൊരു പോയിന്റ് ഉണ്ട്. യെസ്, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള ഡെസ്റ്റിനേഷൻ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ കാലുകൾ നമ്മളെ കൊണ്ടുപോകും. ആണോ? അതെ. ഈ കാല് ഇങ്ങനെ തന്നെ നടന്നു. പക്ഷെ ആ വല്യപ്പന്റെ കടയുടെ അടുത്തെത്തുമ്പോ നമ്മൾ അറിയാതെ നിന്ന് പോവുമോ? നിൽക്കുമോ? അതെ അതെ. കാരണം നമുക്ക് കൃത്യമായിട്ട് എന്തോ അറിയാം, ഞാൻ എവിടേക്കാ പോകുന്നേ. മനസ്സിലാവുന്നോ? അതെ. അപ്പൊ ഒന്നാമത്തവൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇറ്റ് വാസ് ഓൺലി എ ജോബ്. ഈ നാശം പിടിച്ച ജോബ് ഒരു പറയുമല്ലോ, മനസ്സിലായോ? ഇറ്റ്സ് നോട്ട് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നവര് എന്ത് പറഞ്ഞ അതെങ്ങനെ അത് പറയുന്നത്? പോട്ടെ, അതൊക്കെ അതേപോലെ. മനസ്സിലാവുന്നു? ആ പറയുന്നത് ജോലി ചെയ്യുമ്പോ നമ്മളിപ്പം വീട്ടു ജോലി ചെയ്യുന്ന ലിനി പറഞ്ഞു. പക്ഷെ ആലോചിച്ചോണം, തീരത്തുമില്ലെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, ഇങ്ങനെ പറയണം, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ ജോലി ചെയ്യും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും ചോറുണ്ടാക്കിയ സന്തോഷം വന്നോ? അങ്ങനെ ചിന്തിക്കുമ്പോഴേ എന്തോ. ഹായ്, എപ്പോ വന്നേ? ആന്നല്ലേ. അപ്പം നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ, ഇപ്പം ലിനി പറഞ്ഞു അടുക്കള പണി എന്ന് പറഞ്ഞു. അടുക്കള പണി ചെയ്യുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഓ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടി. കണ്ടോ നെഗറ്റീവ് വരുന്നുണ്ടോ? നമുക്കിപ്പോൾ ഇനി കൂടുതൽ അതിലേക്ക് പോണ്ട, വിഷയത്തിലേക്കല്ല, നാളെ കാണിക്കാം. ഇതാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ മഹത്വവൽക്കരിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്നതിനെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. എൻ്റെ കുഞ്ഞിന് ഞാനല്ലാതെ വേറെ ആരാ ഉണ്ടാക്കി കൊടുക്കാൻ? അവർക്ക് ഏറ്റവും നല്ലത് ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലാവുന്നോ? അപ്പോൾ മാത്രമേ എൻ്റെ കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ എനിക്ക് അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കി തരൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ, ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ ജോലികൾ ചെയ്യാൻ. കാരണം ലക്ഷ്യം അതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് തോക്കുവോ? ഇല്ല. നിങ്ങൾ കൃത്യമായിട്ട് ആ ജോലി ചെയ്യും. മനസ്സിലായോ? പിന്നെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയാം, ഇന്ന് സമൂഹത്തിൽ കാണുന്നൊരു പ്രശ്നം ഞാൻ പറയാം. ഓ അവൻ എന്തുവാടേ ഒരു ചെറിയ ജോലിയാ, ചെറിയ ജോലിയാന്ന് കരുതും. പക്ഷേ അതായത് ഉദാഹരണം പറഞ്ഞ ഇവിടെ വാഴ നടുന്നു. വാഴ നടുന്നു, ചെറിയ ജോലിയാ. പക്ഷെ വാഴപ്പഴം തിന്നുന്ന ആരാ? മനുഷ്യൻ. അവനോ? ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കും ആ വാഴപ്പഴം വേണം. മനസ്സിലായോ? അതെ. അപ്പം ചെറിയ ജോലി എന്നൊരു ജോലിയില്ല. മനസ്സിലായോ? ഓക്കെ. നിങ്ങളുടെ സ്വപ്നം തുടങ്ങുന്നത് അവിടെ. മനസ്സിലായോ? ചെറിയ ജോലി എന്നൊരു ജോലി, ചെറിയ ജോലി എന്ന് പറയുന്ന ഒരു ജോലിയില്ല. എല്ലാ ജോലിയും വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ ജോലി ചെയ്യുന്നവരെയും ബഹുമാനിക്കണം. നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം? നിങ്ങളെ പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വലിയ സ്വപ്നത്തിന്റെ തുടക്കമാണ്. എന്ത്? എന്റെ വലിയ സ്വപ്നത്തിന്റെ, നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നിങ്ങളുടെ വലിയ ഇതിന്റെ വലിയ വിജയത്തിന്റെ തുടക്കമാണ്. സംശയമുണ്ടോ? ഇല്ല. മറക്കുവോ? ഇല്ല. നിങ്ങൾ ആ ജോലി, ആ കല്ല് പൊട്ടിക്കുന്നവന്മാരുടെ കഥ വന്നപ്പം നിങ്ങൾ അവിടെ കണ്ടത് എന്താ? അവന്മാരുടെ ജോലി പാറ പൊട്ടിക്കല. അയ്യോ കഷ്ടം. ചില കൊച്ചുങ്ങൾ എന്ത് ചെയ്യും?
അപ്പൻ പാറ പൊട്ടിക്കുമ്പോൾ എൻ്റെ അപ്പന് പാറ പൊട്ടിക്കലാന്ന് പറയാൻ വിഷമോ? തൻ്റെ ഇടത്തോട് പറയണം. മനസ്സിലായോ? നിങ്ങൾക്ക് ജന്മം തന്ന ഈ പാറ ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെ വീട് എങ്ങനെടാ കയറുന്നേ? എന്നേ അത് ചെയ്യാനൊരാളില്ലാതെ എങ്ങനെടാ ചെയ്യുന്നത്? മനസ്സിലായോ? യെസ്. അപ്പോൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുമെന്ന് നോക്കിയേ വേണ്ട. നോക്കണോ സാറേ? വേണ്ട. കണ്ണും അടച്ചങ്ങ് ചെയ്താൽ മതി. മനസ്സിലായോ? മറ്റുള്ളവർ ചെയ്യുന്ന നീ അവരെ പെർഫെക്റ്റ് ആക്കാൻ നിന്ന് നിനക്ക് ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റത്തുമില്ല. പ്രായമായി ചാവുകയും ചെയ്യും. മനസ്സിലാവുന്നു? മറ്റുള്ളവരുടെ കണ്ണുകളിൽ നീ പാറ പൊട്ടിച്ചോണ്ടിരിക്കുക. മനസ്സിലായോ? നിന്റെ കാഴ്ചപ്പാടി നീ എന്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നീ ദേവാലയം ഉണ്ടായിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? നീ നിന്റെ ജീവിതത്തിൽ ഓരോ സാധനങ്ങളും ഇങ്ങനെയാണ് പണിയേണ്ടത്. മനസ്സിലായോ? മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ എന്നീ മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് എന്തോന്നറിയാമോ? എൻ്റെ ഒരു ഇളയ കുഞ്ഞ് വരുന്നുണ്ടോ, ഭ്രാന്ത് പിടിച്ചതിൻ്റെ കൂട്ട്, അതിനെ റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ ഇതൊന്നും അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അറിവ് വരുന്നില്ല. എടേ ഇതെന്താ സംഭവം എന്നറിയാം? അത് ലോകത്ത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവർ ജീവിതത്തിൽ പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ അപ്പനമ്മമാര് എന്തോ ചെയ്യുന്നത്, സ്വത്ത് കരുതി വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർക്ക് ഇത് കൊടുത്ത് നമുക്കങ്ങ് സാറ്റിസ്ഫൈഡ് ആക്കി അവർ ചോദിച്ചും മേടിച്ചോളും. നമുക്ക് മരിക്കാം സന്തോഷത്തോടെ. അങ്ങനെ എനർജി ഉള്ള പിള്ളേർ എപ്പോഴും എന്ത് ചെയ്യും? ആക്റ്റീവായിരിക്കും. ഇപ്പോൾ അതുകൊണ്ട് അത് പോട്ടെ. അപ്പം നമ്മൾ അടുത്ത പോയിന്റ് എന്തായിരുന്നു പറഞ്ഞതെന്നറിയാമോ? നമുക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മൾ ജീവിതം മാറ്റിമറിക്കും. എന്തോ? നമുക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് ജീവിതം മാറ്റി. ഈ കാഴ്ചപ്പാട് ഇല്ലാത്തവന്റെ അവസ്ഥ എന്തുവാ? അവൻ ഇങ്ങനെ താങ്ങിയും തൂങ്ങി അവൻ്റെ എന്നും രാവിലെ ആവും, വൈകിട്ടാവും, അവൻ വൈകിട്ട് കൊണ്ടുപോകും, ഉച്ചയ്ക്ക് ഒന്നുറങ്ങും, വൈകിട്ട് ഒന്നുറങ്ങും, രാത്രി ഒന്നുറങ്ങും. അവൻ പിറ്റേന്ന് രാവിലെ ആവും, അവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നു? ലോകം നിങ്ങളെ ഈ പാറയൊക്കെ പൊട്ടിക്കുമ്പം ഞാൻ ഈ പറഞ്ഞ കഥയിൽ പറഞ്ഞ കല്ല് പൊട്ടിയില്ലേ, നിങ്ങളെ എന്തായി മാറ്റും? ഒരു തൊഴിലാളിയായി കാണാം. മനസ്സിലായോ? എന്ത്? ഒരു തൊഴിലാളിയായി. ലോകം തൊഴിലാളിയായി കാണും. നിങ്ങളോ? നിങ്ങൾ ആ ജോലി എങ്ങനെ ആയിരിക്കണം കാണണ്ടേ? അല്ല, അതിനൊരു പോയിന്റ് ആണ്. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ ഫോട്ടോ കിട്ടി, രണ്ടുപേരെ എടുത്ത്. അമേരിക്ക അല്ല, ലോകം മൊത്തം പോയി കേട്ടോ. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞേ, നമ്മളിപ്പോ നമ്മളെ തൊഴിലാളി എന്ന് വിളിച്ചാൽ നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം? നിങ്ങളെ എന്ത് ചെയ്യുന്നു? തൊഴിലാളിയായി കാണുന്നു. ആര്? ആ ജോലി ചെയ്തപ്പം. പക്ഷെ നിങ്ങൾ അവിടെ ആരായിട്ട് കാണണമെന്ന് അറിയാം? നിങ്ങളെ ക്രിയേറ്ററായിട്ട് കാണണം. യു ആർ എ ക്രിയേറ്റർ. സൃഷ്ടിക്കുന്നവനായി കാണണമെന്ന്. മുതലാളിയല്ല, സൃഷ്ടികർത്താവായിട്ട് നിങ്ങളെ കാണണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയും നിങ്ങൾ ആരാണെന്ന് സൂചിപ്പിക്കുകയാണെന്നായിരിക്കും. നിങ്ങൾ സൃഷ്ടാവായി കാണണം. മനസ്സിലായോ? ലോകം നിങ്ങളെ തൊഴിലാളിയായിട്ടോ ഞഞ്ഞപ്പടിയായിട്ടോ എന്തോ കണ്ടോട്ടെ, പക്ഷെ നിങ്ങൾ അതിനകത്ത് എങ്ങനെ കാണുന്നു എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. മനസ്സിലാവുന്നോ? പരാതിയോടെ ചെയ്യുന്ന ഏത് ജോലി, അത് പഠനവും ആയിക്കോട്ടെ, പരാതിയോടെ ചെയ്യുന്ന ഏത് ജോലിയും നിങ്ങളുടെ ശരീരത്തെ തളർത്തിയിരിക്കും. സംശയമുണ്ടോ? എന്തുകൊണ്ടാണ് ക്ഷീണം? ജോലി ചെയ്താൽ ക്ഷീണം വരുന്നതെന്ന് ഞാൻ പല ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് താല്പര്യമുള്ള ജോലി ചെയ്യണമെന്ന്. മനസ്സിലായോ? നിങ്ങളുടെ ശരീരത്തെ ഒരു ജോലി തളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അവിടെ? നിങ്ങൾക്ക് ആ ജോലി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ആ പഠനമെന്ന് പറയുന്ന ജോലിയും അതുമെല്ലാം ആത്മാർത്ഥതയോട് ചെയ്താൽ 100% അത് നിങ്ങളെ ഉയർത്തിയിരിക്കും. എന്താ? നിങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്താൽ എന്ത് സംഭവിക്കും? 100% നിങ്ങളെ ആ ജോലി ഉയർത്തിയിരിക്കും. ഡൗട്ടുണ്ടോ? ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു സാധനമാണ്. അത് പിന്നൊരു പോയിന്റൂടെ പപ്പയ്ക്ക് പറയാനുള്ളത് എന്തോന്ന് വെച്ചാൽ, ഒരു ചെറിയ 1-2 പോയിന്റൂടെ ഞാൻ പറയാം. അതായത് നമ്മുടെ കൈ ജോലി ചെയ്യണം. ആരാ ജോലി ചെയ്യുന്നത്? കൈ. അപ്പോൾ മനസ്സെന്തോ ചെയ്യണമെന്നറിയാം? സ്വപ്നം ഉണ്ടാക്കണം. പഠിച്ചോ? ഇതൊക്കെ ആരാ പറയുന്നേ? നെൽസൺ തോമസ് പറഞ്ഞു തരുന്നേ. ഇതൊക്കെ മഹത്ത് വചനങ്ങളായിട്ട് എഴുതി വെക്കണം. എന്താ പറഞ്ഞേ? നിങ്ങളുടെ കൈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വപ്നം കാണണം. ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്? അതായത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നീ എപ്പോഴും ചിന്തിക്കണം, ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ഭാവിയെ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഭാവി കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ അവന്മാർ അടിച്ചുകൊണ്ടിരുന്ന പാറ പൊട്ടിച്ചോണ്ടിരുന്നല്ലേ, അവന്മാരുടെ കയ്യിലുള്ളത് എന്തുവാ? ജനം കാണുമ്പോൾ ഹാമറ. ഹാമറ അവന്മാരുടെ കയ്യിലുള്ളത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്തുവാ?
വലിയ സ്വപ്നമാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പം നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ഒരു സിമ്പിൾ ഇനി കഥ വേണോ? ഒരു സിമ്പിൾ കഥ പറയട്ടെ. ഞാനൊരു അധ്യാപകൻ. ഞാൻ കുട്ടികളെ ഇരുത്തി ഒരു പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. ഞാൻ പണ്ട് ഈ യുറേക്കെ ഉണ്ടല്ലോ, അത് ഈ സ്കൂളുകളിൽ ഇങ്ങനെ പറയുമ്പോൾ എന്നെ ഒരു SK സ്കൂളിലായിരുന്നു തോന്നുന്നു. 10-15 വർഷമാണ്. അല്ല 15-നെയൊക്കെ മുമ്പാണോന്ന് എനിക്കൊരു സംശയമാണ്. LLB ഒക്കെ പഠിച്ച് LLM കഴിയുന്ന സമയത്ത്, അല്ല 10 വർഷമായി കാണും. ഏതോ ഒരു സ്കൂളിൽ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പിള്ളേരോട് നോട്ട്ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൻ്റെ നടുക്ക് ഒരു കുത്തിടാൻ പറഞ്ഞു. എന്തിടാൻ പറഞ്ഞു? പേന കൊണ്ടൊരു കുത്തിടാൻ പറഞ്ഞു. മനസ്സിലായോ? ആ പേപ്പർ ഞാൻ എന്നിട്ട് അവരെ കൊടുത്തിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ പറഞ്ഞു. കുത്തിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല. ആ പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞ് ഇതിനെപ്പറ്റി നിങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞു. ആ ക്ലാസ്സിലെ 40 കുട്ടികളും ആ കുത്തിനെ പറ്റി വിശദീകരിച്ചു. പേപ്പറിൻ്റെ മധ്യത്തിലാണ്, ഇത് ചെറിയ കുത്താണ്, എല്ലാവരും അങ്ങനെ പറഞ്ഞു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അതാണ് പ്രശ്നം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു വെള്ള പേപ്പറാണ്. ആ പേപ്പറിൽ ചെറിയ പ്രശ്നത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇത്രയും വലിയ പേപ്പറിനെ പറ്റി എന്തായിരുന്നു എഴുതാൻ ഞാൻ ആൾക്കാർ? നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നു. നിങ്ങളുടെ പെർസെപ്ഷൻ ഇങ്ങനെ, ഇതായിരിക്കില്ല അയാൾ ഉദ്ദേശിച്ചെന്നുള്ള ചിന്ത തെറ്റാ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ജീവിതമാകുന്ന വലിയ ഒരു വെള്ള ഷീറ്റ് കിടക്കുക. അതിനകത്തൊരു ചെറിയ കുത്ത് മൈദുമല്ല, ആ ചെറിയ കുത്ത് ഒരു പുല്ലുമല്ല. അതുപോലുള്ള ലക്ഷക്കണക്കിന് കുത്ത് അതിനകത്ത് ഇടാൻ പറ്റും. മനസ്സിലായോ? ആ കുത്താണ് നമ്മുടെ പ്രശ്നം. കുത്തുകൾ ഇഷ്ടം പോലെ വരും, പക്ഷെ അതിനകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ആ കുത്തിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ എഴുതി ചേർത്തൂടെ? നിങ്ങളുടെ സ്വപ്നങ്ങളെ അവിടെ എഴുതി ചേർക്കണം. കാരണം അത്ര വിശാലമായ ഒരു പേപ്പറാണ് നിങ്ങളുടെ തന്നെ. ആ കുത്തിനെ ഇത് പോകും. അതുപോലെ ദൈവം നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുക? അതിവിശാലമായ, ഒരിക്കലും ലോകത്ത് നിങ്ങൾ ചിന്തിക്കാത്തത്ര വലിയ വിജയം വിജയം കൊള്ളാൻ പറ്റുന്ന. മനസ്സിലാവുന്നു? കുഞ്ഞങ്ങ് ഏതാണ്ടൊക്കെ തറയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അപ്പം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത്ര വലിയൊരു സംഭവമാണ്. ആ പേപ്പറിൽ എന്താണെന്ന് എഴുതി ചേർക്കേണ്ടത് ആരാണ്? ആരാ? ഉറക്കപ്പറ. നമ്മളാണ്, മോളാണ്. മനസ്സിലായോ? പപ്പ പറയുന്ന ജോബ് പപ്പ പറയുന്ന സാധനം അല്ല എൻ്റെ കുഞ്ഞെടുക്കേണ്ടത്. എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വലിയൊരു ഗ്രേറ്റ് ലീഡറാണേ. ഞാനിത് പറയുന്നത് എൻ്റെ 2 കുഞ്ഞുങ്ങളെയും ശക്തരാക്കാൻ വേണ്ടി ഞാൻ അവരുടെ ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് വെച്ച് കാച്ചു തന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ നേക്കുട്ടനും നീയാക്കുട്ടനും ദ ചക്കര ഓഫ് ദി ഇയർ, അവർ 2 പേരും നല്ല ഹാർഡ് വർക്കേഴ്സാണ്. അതുകൊണ്ടാണ് രാവിലെ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പപ്പയുടെ കൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, ബൈ അടിച്ചോ. ഓക്കെ, താങ്ക് യു. നാളെ വോട്ട് എണ്ണുകയല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രാജീവ്. താങ്ക് യു. നമുക്ക് അധികാരത്തിൽ വരണം. ബിനു ചേട്ടൻ ഹായ് മൈ ഡിയർ ഫാസിൽ, ഇസ്മായിൽ, സുബി, ജെ വർഗീസ്, എല്ലാവർക്കും നന്മ തരുന്നു. ഫാസിലെ സുഖമായിട്ടിരിക്കുന്നോടെ? താങ്ക് യു ചേട്ടാ. എനിക്കൊരു